ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കും ചിക്കൻ മന്തിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെന്നും നാട്ടിൽ പോയിട്ട് ചിക്കൻ മന്തി തിന്നാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടിലിവിടെയൊക്കെ വല്ലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് താമസിക്കാനാണെങ്കിൽ നമുക്ക് ചിക്കൻ മന്തി തിന്നണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല സിമ്പിളാകട്ടോ, നല്ല ഫ്ലേവർഫുൾ റൈസായതിന് നല്ല ടേസ്റ്റ് ആകട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ എല്ലാം കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല, ഒത്തിരി സാധനങ്ങളുണ്ട്. അത് കാരണം എന്നാലും പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 നാരങ്ങ, 3 ബേ ലീഫ്, കറുവാപ്പട്ട, പിന്നെ സ്റ്റാർ അനീസ്, പിന്നെ 4 ഏലക്ക, പിന്നെ 4 5 ആണെങ്കിൽ ഗ്രാമ്പു എടുത്ത്. ഇത്രയും സാധനം കേട്ടോ. എല്ലാം വന്നൊന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അവിടെ ഒന്ന്. അപ്പോൾ അതേ നമുക്ക് മന്തി മസാലയാണേ ആദ്യം ഞാൻ റെഡിയാക്കുന്നത്. മന്തി മസാലയൊക്കെ നമുക്കാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ റെഡിയാക്കി നേരത്തെ വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഞാൻ മിക്സി ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി മസാല റെഡി ആയിട്ടുണ്ട്. ആ ചിക്കൻ ഞാനാണെങ്കിൽ 1/2 കിലോ ചിക്കൻ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആണെങ്കിൽ 500 ഗ്രാം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതിനകത്ത് നമുക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ ക്യൂബും പിന്നെ മന്തി മസാലയും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ദിവസം മുന്നേ തന്നെ റെഡിയാക്കി വെക്കണം. അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ 1-2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ദിവസം മുന്നേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി മസാല മാത്രം ഇടാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സാക്കി 2-3 മണിക്കൂറത്തേക്ക് പിന്നെ ഞാൻ ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കാം. നമുക്ക് വലിയൊരു പാത്രം എടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ചിക്കൻ എടുത്തേക്കെന്ന് വെച്ചാൽ അത്രയും നമുക്ക് അരി വേണം. 1/2 കിലോ അരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഗ്ലാസ്സും കൊണ്ടോ കപ്പും കൊണ്ടോ നമ്മൾ അളന്നെടുക്കണേ. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം എടുക്കാനുള്ളത്. അത് കാരണം കൊണ്ട് നേരത്തെ നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് അളന്നെടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി ബാസ്മതി റൈസാണേ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്കാണെങ്കിൽ ഏത് പാത്രം നമ്മൾ എടുത്തേക്കാന്ന് നമുക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുരുമുളകും പിന്നെ ഗ്രാമ്പും കറുവാപ്പട്ടയും പിന്നെ ബേ ലീഫും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സവാള പൊടിയായിരുന്നു അത് ഇട്ട് കൊടുക്കാം. 1 ക്യാപ്സിക്കം നമുക്ക് പൊടിയായി അതും കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നടുകെ കീറി അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമുക്കാണെങ്കിൽ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കകത്താണെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് അല്ലെങ്കിൽ മാഗി ക്യൂബ് നമുക്കകത്ത് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഞാനകത്ത് ഉപ്പ് ഇടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാണെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ആവശ്യമുള്ള അധികം ഉണ്ട് ക്വാണ്ടിറ്റി. ഇപ്പം ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു നിർബന്ധം ഞാൻ ഇട്ട് കൊടുത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ മന്തി മസാല നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നില്ല അതും അകത്തൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അങ്ങനെ വേണം. ടോട്ടൽ 4 കപ്പ് വെള്ളമാണ്. ഞാൻ എടുത്ത് 2.5 കപ്പ് അരിയല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരമുറി നാരങ്ങ നീരകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ ലെമൺ 2 നമുക്കകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇട്ടിട്ട് ഒരു തള വരുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കണേ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം. എനിക്ക് ഉപ്പം പാകത്തിനുണ്ടായിരുന്നു. ഉപ്പൊക്കെ അത് കാരണം ഇട്ട് കൊടുത്തിട്ടില്ല. അരി നമുക്ക് എത്ര വെള്ളമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം എക്സ്ട്രാ മാറ്റണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ വറ്റിച്ചെടുക്കാനുള്ള ചോറായത്. നമ്മളധികം അരിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ആണെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ. അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് എക്സ്ട്രാ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഒരു 5-10 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു തള വന്നു കഴിയുമ്പോൾ നന്നായിട്ട് വറ്റി തുടങ്ങുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടയ്ക്കണം കേട്ടോ. ഒത്തിരി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇളക്കി കാണിച്ചതേ ഉള്ളൂ. വെള്ളം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചേക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണേ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് ചിക്കനൊക്കെ ഞാനാണെങ്കിൽ എയർ ഫ്രയറിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടായിൽ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ചാർക്കോൾ ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ചോറിനകത്ത് ഇത് അരിയൊക്കെ ഉണ്ട്, ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ചാർക്കോൾ ഇതിനകത്ത് വെച്ചിട്ട് ഇന്നത്തെ ഇതിൻ്റെ മേളിൽ നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി 1 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് അടച്ചിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം കേട്ടോ. നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ.
നല്ല അടിപൊളിയാട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമെന്ന് വെച്ചാൽ എന്നെ അറിയിക്കാൻ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.